appendages of penis. Thoracic appendages എന്ന് പറഞ്ഞത് 8 pairs ആണ് ടോട്ടൽ. അത് രണ്ട് ടൈപ്പ് ആണുള്ളത്. വൺ ഇസ് കോൾഡ് മാക്സിലിപ്പിഡ് എന്നും മാക്സിലിപ്പെറ്റ് ആൻഡ് വാക്കിംഗ് ലെഗ്സ്. വാക്കിംഗ് ലെഗ്സിന് വേറെ പേരാണ് പെരിയോപോഡ്സ്. ഇപ്പോൾ രണ്ട് കാറ്റഗറി ഉള്ളത് വാക്കിംഗ് ലെഗ്സും മാക്സിലിപ്പിഡ്സും ചേർന്നെയാണ് thoracic appendages എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ എത്രയാണ്? 8 ആണ്. ലെറ്റ്സ് സീ വാട്ട് ആർ ദേ. ഇതാണ് മാക്സിലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതിൽ 3 ടൈപ്പ് ഉള്ളത്, 3 ഉള്ളത്. മാക്സിലിപ്പിഡ്സ് ആർ 3. They are first maxillipid, second maxillipids and third maxillipids. Okay. ഇനി എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. ബേസിക് ആയിട്ട് ഇതിന് പ്രോട്ടോപോഡൈറ്റ് ഉണ്ട്, എൻഡോപോഡൈറ്റ് ഉണ്ട്, എക്സോപോഡൈറ്റ് ഉണ്ട്. മിക്കവാറും എല്ലാ അപ്പൻഡേജസിനെയും 3 കാറ്റഗറി സെഗ്മെന്റ്സ് ഉണ്ടാവും. പ്രോട്ടോപോഡൈറ്റ്, എൻഡോപോഡൈറ്റ് ആൻഡ് എക്സോപോഡൈറ്റ്. ഇത് കൂടാതെ അഡീഷണൽ പാർട്ട് ദാറ്റ് ഈസ് കോൾഡ് എപ്പിപൊഡൈറ്റ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ പാർട്ടും കൂടെ വരും. എപ്പിപൊഡൈറ്റ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 4. പ്രോട്ടോപോഡൈറ്റിൽ 3 കഷ്ണങ്ങൾ, 3 ഡിവിഷൻസ് കാണാം. ഇത് രണ്ട് അതിൻ്റെ is coxa. These two are coxa, and this is the basis. This is provided with the setose hairs. Is not completely divided into 3 segments. 3 segments are completely divided. Partly divided, incompletely divided, and more or less flattened. ഇതാണ് പ്രോട്ടോപോഡൈറ്റ് വരുന്നത്. ഇതിൻ്റെ ഗ്നാത്തോബേസസ് എന്ന് പറയും. ഗ്നാത്തോബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജോ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഏത് പ്രോട്ടോപോഡൈറ്റിന് ഈ 3 പാർട്ടുകൾ എന്ന് പറയുന്നത്. ഇനി എൻഡോപോഡൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് 5 സെഗ്മെന്റ്സ് ആണ്. 1, 2, 3, 4 and 5. ഈ 5 സെഗ്മെന്റ്. അപ്പോൾ എൻഡോപോഡൈറ്റ് ഈസ് 5 സെഗ്മെന്റഡ്. അതിൻ്റെ പേരാണ് ഫസ്റ്റ്, ആദ്യത്തെ താഴെയിലെ ഇഷ്യം എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് കോൾഡ് മെറസ്. മൂന്നാമത്തെ സെഗ്മെന്റ്സിനെ കാർപ്പസ് എന്ന് പറയും. ലാസ്റ്റിലത്തേന് 4ാമത്തേന് പ്രൊപ്പോഡസ് എന്ന് പറയും. അതിൻ്റെ അവസാനത്തേന് ഡാക്ടൈലസ് എന്ന് പറയും. അങ്ങനെ ഈ 5 സെഗ്മെന്റ്സ് ആണുള്ളത് ഇതിൽ എൻഡോപോഡൈറ്റിൽ. ഇനി വരാൻ പോകുന്ന എല്ലാ എൻഡോപോഡൈറ്റിലും 5 സെഗ്മെന്റ് കാണാം. ഈ 5 സെഗ്മെന്റ്സിന് ആദ്യത്തേത് ഇഷ്യം, രണ്ടാമത്തേത് മെറസ്, മൂന്നാമത്തെ കാർപ്പസ്, പിന്നെ പ്രൊപ്പോഡസ് ആൻഡ് ഡാക്ടൈലസ് എന്ന് പറയും. എക്സോപോഡൈറ്റ് കോണിക്കൽ ഷേപ്പിൽ ഒരു സാധനമാണ്, ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ആണ്. ഇത് സെഗ്മെന്റഡ് അല്ല, അൺസെഗ്മെന്റഡ് എക്സോപോഡൈറ്റ് എന്ന് പറയുന്നത്. എപ്പിപൊഡൈറ്റ് ഏകദേശം ത്രികോണാകൃതി തന്നെയാണുള്ളത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ആണ്. ഇതിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് ഒക്കെ ചേർന്നിട്ടുണ്ട്. lot of blood vessels are present which helps in respiration. ഇതാണ് ഫസ്റ്റ് മാക്സിലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മാക്സിലിപ്പിഡ്സിൽ പ്രോട്ടോപോഡൈറ്റിൽ 2 ഉള്ളത്, ബേസിസും കോക്സ ആൻഡ് ബേസിസ്. എൻഡോപോഡൈറ്റ് 5 സെഗ്മെന്റാണ്. 1, 2, 3, 4 and 5. അതിൻ്റെ പേരെന്താണ്? ഇത് തന്നെയാണ്, ഇഷ്യം, മീറസ്, കാർപ്പസ്, പ്രൊപ്പോഡസ് ആൻഡ് ഡാക്ടൈലസ്. ഇതിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ എൻഡോപോഡൈറ്റ് ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻട്രോഗേഷൻ മോഡലിലാണ് എന്ത് കാണുന്നത്? അതിൻ്റെ എൻഡോപോഡൈറ്റ് കാണുന്നത്. അതാണ് സെക്കൻഡ് മാക്സിലിപ്പിഡ് തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്. ഇസ് ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. എക്സോപോഡൈറ്റ് കുറച്ചും കൂടി ഇലോങ്ങേറ്റഡ് ആണ്, നീളം കൂടുതലുള്ള ഒരു സാധനമാണ് എക്സോപോഡൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എപ്പിപൊഡൈറ്റിൻ്റെ ഷേപ്പ് ഇവിടെ ത്രികോണാകൃതിയാണെങ്കിൽ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു വൈ ഷേപ്പായിട്ട് മാറിയിട്ടുണ്ട്. വൈ ഷേപ്പ്. So this is the epipodite. It helps in respiration. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ. കാരണം അതിൽ ബ്ലഡ് വെസൽസ് അടങ്ങിയിട്ടുണ്ട്. It helps in respiration. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഗതി. പ്രോട്ടോപോഡൈറ്റ്. സെക്കൻഡ് മാക്സിലിപ്പിഡ്സ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ തേർഡ് മാക്സിലിപ്പിഡ്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ എൻലാർജ്ഡ് വ്യൂ ആണിത്. പ്രോട്ടോപോഡൈറ്റ് 2 സെഗ്മെന്റ് ആണെങ്കിൽ കോക്സയും, ഇത് കോക്സ, ഇത് അതിൻ്റെ ബേസിസ് എന്ന് പറയും. ദെൻ എൻഡോപോഡൈറ്റ് 5 സെഗ്മെന്റ് ആണ്. ഇഷ്യം, മീറസ്, കാർപ്പസ്, പ്രൊപ്പോഡസ് ആൻഡ് ഡാക്ടൈലസ്. കുറച്ചുകൂടെ ലെങ്ത് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. എക്സോപോഡൈറ്റ് സെയിം ആണ്, അൺസെഗ്മെന്റഡ് ആണ്. എപ്പിപൊഡൈറ്റ് വൈ ഷേപ്പിലാണ് ഉള്ളത്.
ദിസ് ഈസ് അബൌട്ട് തേർഡ് മാക്സിലിപ്പിഡ്സ്. ഇതിലെ മാക്സിലിപ്പിഡ്സ് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വാക്കിംഗ് ലെഗ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെരിയോപോഡ്സ് എന്ന് പറയുന്നത്. പെരിയോപോഡ്സ് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഇതിൻ്റെ അറ്റം ശ്രദ്ധിച്ചോളൂ, ഇതൊന്ന് കോണിക്കലാണ്, ഒറ്റ സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടത്തേക്ക് വരുന്ന സമയത്ത് അതൊരു പിൻസെറ്റായിട്ട് ഇറുക്കുന്ന രീതിയിലുള്ള ഫോർസെപ്സ് പോലെയൊക്കെയുള്ള ആയതുകൊണ്ട് ഇതിന് ചെലേറ്റഡ് എന്നാണ് പറയുന്നത്, ചെലേറ്റഡ്. അപ്പോൾ ചെലേറ്റഡും നോൺ ചെലേറ്റഡും വാക്കിംഗ് ലെഗ്സിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, അതിലുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് മാക്സിലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തേനും സെയിം സ്ട്രക്ചറാണ്, വ്യത്യാസമൊന്നുമില്ല. പ്രോട്ടോപൊഡേറ്റ് രണ്ട് സെഗ്മെന്റ്സ് ആണ്, അത് കോക്സിയും ബേസിസും. എക്സോപൊഡേറ്റ് വളരെ ചെറുതാണ്, അൺസെഗ്മെന്റഡ് ആണ്. എൻഡോപൊഡേറ്റ് 5 സെഗ്മെന്റ്സ് ആണ്, ഇഷ്യം, മിയറസ്, കാർപ്പസ്, പ്രൊപ്പോഡസ് ആണ്, ഡാക്ടൈലസ്. ഇത്രയാണ് ഇതിന്റെ വ്യത്യാസം. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഫസ്റ്റ് വാക്യങ്ങൾക്കും സെക്കൻഡ് വാക്യങ്ങൾക്കും സെയിം സ്ട്രക്ചറാണ്, ദർ ഈസ് നോ ഡിഫറൻസ്. എപ്പിപൊഡൈറ്റ്സ് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ എപ്പിപൊഡൈറ്റ്സ് ഇതിന് ആബ്സെന്റ് ആണ്. ഇനി അടുത്ത് വരുന്നതാണ് നോൺ ചെലേറ്റഡ് വാക്കിംഗ് ലെഗ്സ് എന്ന് പറയുന്നത്. ചെലേറ്റഡ് വാക്കിംഗ് ലെഗ്സ് വ്യത്യാസം എന്താണത്? പ്രോട്ടോപൊഡൈറ്റ് രണ്ട് സെഗ്മെന്റ്സ് ഉണ്ട്, കോക്സ ആൻഡ് ബേസിസ്. പ്രോട്ടോപൊഡൈറ്റിൽ കോക്സയിൽ ദർ ഇസ് എ വൈ ഷേപ്ഡ് സ്ട്രക്ചർ ദാറ്റ് ഇസ് കോൾഡ് എപ്പിപൊഡൈറ്റ്. എപ്പിപൊഡൈറ്റ് ഉണ്ട്. എൻഡോപൊഡൈറ്റ് 5 സെഗ്മെന്റ് ആണ്, ഇഷ്യം, മിയറസ്, കാർപ്പസ്. ഇനി നാലാമത്തെ അഞ്ചാമത്തെ സെഗ്മെന്റ്സ്, അതായത് പ്രൊപ്പോഡസും ഡാക്ടൈലസും ചേർന്ന്, ദിസ് ഇസ് ദ ഡാക്ടൈലസ്, ദിസ് ഇസ് പ്രൊപ്പോഡസ്, ഫോംസ് എ പിൻസർ ലൈക്ക് apparatus. അതിന്റെ പേരാണ് ചെല. അതിന്റെ പേരെന്താണ്? ചെല. So the propodes, the last two segments, the propodes and dactylus of the endopodite are arranged like blades, a pair of forceps. ഒരു ഫോർസെപ്സിന്റെ ബ്ലേഡ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. This type of articulation is called chela. Chela. This is called chela. ഫംഗ്ഷൻ എന്താണ്? ദേ ആർ യൂസ് ടു ഗ്രാസ്പ് ദ ഫുഡ് ആൻഡ് പാസ് ടു ദ മൗത്ത്. ഭക്ഷണം പിടിച്ചിട്ട് വായിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ, വായിൻ്റെ ഉള്ളിലേക്ക് തള്ളാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ചെലയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെയും ഫസ്റ്റ് ചെലിപ്പെഡും സെക്കൻഡ് ചെലിപ്പെഡും തേർഡ് ചെലിപ്പെഡും സെയിം സ്ട്രക്ചർ തന്നെയാണ്. ദർ ഈസ് നോ മേജർ ഡിഫറൻസ്. അതിൻ്റെ ഷേപ്പിലൊക്കെ ചെറിയൊരു വേരിയേഷൻ, നീളം കൂടുതലോ കുറവൊക്കെ ഉണ്ടാവുമെങ്കിലും ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ദർ ഈസ് നോ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് വാക്കിംഗ് ലെഗ്സ് എന്ന് പറയുന്നത്. ഓർക്കേണ്ട ഇതാണ്, ആദ്യത്തെ രണ്ട് പേര് നോൺ ചെലേറ്റഡ് വാക്കിംഗ് ലെഗ്സ് ആണ്, അടുത്ത രണ്ട് പേര് ചെലേറ്റഡ് വാക്കിംഗ് ലെഗ്സ് ആണ്. ചെലേറ്റഡ് വാക്കിംഗ് ലെഗ്സിലാണ് എപ്പിപൊഡൈറ്റ് ഉള്ളത്, മറ്റേതിൽ എപ്പിപൊഡൈറ്റ് ഇല്ല. ഇനി ലാസ്റ്റ് വൺ അബ്ഡോമിനൽ അപ്പൻഡേജസ്, അല്ലെങ്കിൽ അതിനെ പ്ലിയോപോഡ്സ് എന്ന് പറയും. Abdominal appendages or pleopods, അല്ലെങ്കിൽ swimming legs എന്ന് പറയപ്പെടും. Swimming legs, abdominal appendages or swimming legs used for swimming. എല്ലാം ബൈറാമസ് അപ്പൻഡേജസ് ആണ്, രണ്ട് ബ്രാഞ്ചസ് ആണുള്ളത്. കൺസിസ്റ്റ് ഓഫ് എ പ്രോട്ടോപൊഡൈറ്റ്, പിന്നെ ഒരു എക്സോപൊഡൈറ്റ് ആൻഡ് എൻഡോപൊഡൈറ്റ്. അബ്ഡോമിനൽ അപ്പൻഡേജസിലേക്ക് എത്തുന്ന സമയത്ത് എക്സോപൊഡൈറ്റ് കുറച്ചും കൂടെ ബ്രോഡാണ്. ഇതിനെ അപേക്ഷിച്ചിട്ട് തൊറാസിക് അപ്പൻഡേജസിൽ എൻഡോപൊഡൈറ്റ് ആണ് നീളം കൂടുതൽ. ഇതിലേക്ക് എത്തുന്ന സമയത്ത് എക്സോപൊഡൈറ്റ് ആണ് കുറച്ചും കൂടെ ബ്രോഡ്. എൻഡോപൊഡൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, അൺസെഗ്മെന്റഡ് ആണ്, സെഗ്മെന്റേഷൻ ഒന്നും ഇല്ല. ഇനി 1 മുതൽ 5 വരെയുള്ള അബ്ഡോമിനൽ അപ്പൻഡേജസ് മോറുള്ള സെയിം സ്ട്രക്ചർ തന്നെയാണ്, ഒരേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, സെയിം സ്ട്രക്ചർ തന്നെയാണ്. എല്ലാറ്റിലും പ്രോട്ടോപൊഡൈറ്റ് ഉണ്ട്, എക്സോപൊഡൈറ്റ് ഉണ്ട്, എൻഡോപൊഡൈറ്റ് ഉണ്ട്. പിന്നെ ഒരു ഡിഫറൻസ് വരുന്നത് മെയിലും ഫീമെയിലും കണ്ടാൽ തിരിച്ചറിയുന്നത് ദർ ഇസ് എ ഡിഫറൻസ്, അതിലൊരു വ്യത്യാസമുണ്ട്. ഫിമെയിൽ ആണെങ്കിൽ രണ്ട് സൈഡിലും, ഇപ്പോഴത്തെ അടുത്ത പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് മെയിലാണ്, ഇത് അതിൻ്റെ അടിവശത്തുള്ള വ്യൂ ആണ്, ചെമ്മീൻ്റെ അടിവശത്തുള്ള വ്യൂ ആണ്. ഇത് അതിൻ്റെ ഫസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജസ് ആണ്, നിങ്ങൾക്ക് കാണാം ഇത്. സോ ദിസ് ഈസ് അതിൻ്റെ കോക്സ എന്ന് പറയുന്നത്, ഇത് അതിൻ്റെ ബേസിസ് ആണ്. ഇതാണ് അതിൻ്റെ എക്സോപൊഡൈറ്റ് എന്ന് പറയുന്നത്, പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഈ ഭാഗം എക്സോപൊഡൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് എൻഡോപൊഡൈറ്റ് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെത്തത്. ഇത് അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെയർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. ഇത് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത്, ഇത് അതിൻ്റെ പ്രോട്ടോപൊഡൈറ്റ് കോക്സ, ദിസ് ഈസ് ദ എക്സോപൊഡൈറ്റ് ആൻഡ് ദിസ് ഈസ് ദ എൻഡോപൊഡൈറ്റ്.
നമുക്ക് ഈ റൈറ്റ് ലൈൻ ലെഫ്റ്റ് ലൈൻ എൻഡോപൊഡേറ്റ് തമ്മിൽ കൂടിച്ചേർന്നിട്ട് of the two sides unite to form a specialized structure called they are locked പരസ്പരം ലോക്ക് ചെയ്യും ഇവിടെ ഇതൊരു മെംബ്രെയിൻ പോലെ ആയിട്ടുണ്ട് അല്ലേ ലോക്ക് ചെയ്തിട്ട് ദിസ് ഈസ് കോൾഡ് പെറ്റാസ്മ ഇതിനാണ് പറയുന്നത് പെറ്റാസ്മ എന്ന് പറയുന്നത് പെറ്റാസ്മ സോ പെറ്റാസ്മയുടെ ധർമ്മം എന്നാണ് ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ ദ സ്പേംസ് ഡ്യൂറിങ് കോപ്പുലേഷൻ്റെ സമയത്ത് സ്പേംസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മെയിലിലെ കോപ്പുലേറ്റീവ് ഓർഗനായിട്ട് ഇത് വർക്ക് ചെയ്യും പെറ്റാസ്മ എന്ന് പറയുന്നത് ഇതാണ് ഇത് ഏതിൽ മാത്രമേ കാണുന്നുള്ളൂ മെയിലിൽ മാത്രമേ കാണത്തുള്ളൂ ഫിമെയിലാണ് ഇത് രണ്ടും യുണൈറ്റ് ചെയ്തിട്ടുണ്ടാവില്ല രണ്ടും വേറെ വേറെ തന്നെയാണ് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കാണും ഓക്കെ സോ ദിസ് ഈസ് ഫിമെയിൽ ആൻഡ് ദിസ് ഈസ് ദ മെയിൽ സോ ദിസ് ഈസ് ദ പെറ്റാസ്മ ഓക്കെ ബാക്കി വരുന്ന 2 മുതൽ 5 വരെയുള്ള അബ്ഡോമിനൽ അപ്പൻഡേജസ് സിമിലിക്സ് സെയിം സ്ട്രക്ചറാണ് പ്രോട്ടോപൊഡേറ്റിന് കോക്സിൻ ബേസിസ് ഉണ്ട് എൻഡോപൊഡേറ്റ് കുറച്ചും കൂടെ എലോങ്ങേറ്റഡ് ആയിരിക്കും പിന്നെ എക്സോപൊഡേറ്റ് ഇതിൻ്റെ ഒക്കെ ഫംഗ്ഷൻ കുറച്ചുകൂടെ ബ്രോഡ് ഫ്ലാറ്റ് ആണ് കാരണം അതിന് സ്വിം ചെയ്യുവാണില്ല തുഴഞ്ഞ് വെള്ളത്തിന് നീക്കാനുള്ളൊരു അത്രയും ഏരിയ അതിന് ആവശ്യമുണ്ട് ഇനി ലാസ്റ്റിലത്തെ 6ാമത്തെ അബ്ഡോമിനൽ അപ്പൻഡേജസ് ആണ് അതിനെ പറയുന്ന പേരാണ് യൂറോപോഡ് എന്ന് പറയുന്നത് യൂറോ പറഞ്ഞ ടെയിൽ നടത്താം അതിൽ പ്രോട്ടോപൊഡേറ്റിലെ കോക്സിൻ ബേസും തമ്മിൽ കംപ്ലീറ്റ് യുണൈറ്റ് ആയിട്ട് ഒന്നായിട്ട് മാറിയിട്ടുണ്ട് യുണൈറ്റ് ചെയ്തിട്ടുണ്ട് ദിസ് ഈസ് കോൾഡ് സിംപോഡ് എന്ന് പറയും സിംപോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പ്രോട്ടോപൊഡേറ്റിലെ യുണൈറ്റഡ് ഫോം കോക്സ് ആൻഡ് ബേസിസ് യുണൈറ്റഡ് സിംഗിൾ സെഗ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇറ്റ്സ് കോൾഡ് സിംപോഡ് പിന്നെ എക്സോപൊഡേറ്റും എൻഡോപൊഡേറ്റും കുറേയും കൂടെ ബ്രോഡാണ് കുറച്ചും കൂടെ വിശാലമാണ് എക്സോപൊഡേറ്റും എൻഡോപൊഡേറ്റും എന്ന് പറയുന്നത് അതിന് ഇറ്റ് ഹാവ്സ് ഇൻ ബാക്ക് സ്വിമ്മിങ് പുറകിലേക്കൊക്കെ സ്വിം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ബാക്ക്വേർഡ് മോഷന് സഹായിക്കുന്നതാണ് ഈ യൂറോപോഡ് എന്ന് പറയുന്നത് ഇത്രയാണ് അതിൻ്റെ അബ്ഡോമിനൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത് ഓക്കെ